വാഷ്റൂമിൽ പോയിട്ട് നിൽക്കാൻ പറ്റാത്ത കാരണം 2 ദിവസമായിട്ട് തല ഒന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് നല്ല താരനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നുകൂടി ഞാൻ തല കഴുകാതിരുന്നു കഴിഞ്ഞാൽ അത് പിമ്പിൾസിന്റെ രൂപമായിട്ട് ഇനി മുഖത്തേക്ക് അത് ബാധിക്കുന്ന എനിക്ക് നല്ല ഉറപ്പുള്ള കാരണം ഇനി തലയിൽ എണ്ണയൊക്കെ തേച്ച് കുളിക്കാതെ വിചാരിച്ചു. ഈ പല്ല് നോക്കണത് വേറെ ഒന്നുമല്ല, ഉറക്കത്തിൽ സ്വപ്നം കണ്ട പല്ലിനെന്തോ പറ്റണ പോലെ. സ്വപ്നത്തിൽ തന്നെയാണെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് ഇച്ചിരി സന്തോഷമൊക്കെ ആയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എണ്ണ എടുത്ത് വെച്ചു. എണ്ണ തേച്ചില്ല, കാരണം ഞാൻ സെപ്റ്റോകാരനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു തണ്ണിമത്തൻ ഇച്ചിരി മുന്തിരിയോട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ചോറ് കഴിക്കാൻ പറ്റുന്നില്ല. ചോറിന്റെ മെഡിസിൻ്റെയും മണം എനിക്ക് അടിക്കുമ്പോൾ എന്തോ പോലെ തോന്നി. പുള്ളി വരാൻ ഒരു 5 മിനിറ്റ് കൂടി ഉണ്ട്. പക്ഷെ ഞാൻ അവിടെ ഞൊണ്ടി താഴെ എത്തി കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നാലും വേണ്ടില്ലെന്ന് വെച്ചു. കാരണം സ്പോട്ടിൽ വിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്താൻ പറ്റില്ലായിരുന്നു, ഓടി വരാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ആ ചേട്ടൻ വന്ന സാധനം ഞാൻ പിക്ക് ചെയ്തു. പിന്നെ ഞാൻ ആ സാധനം പിടിച്ചോണ്ട് പയ്യെ പിച്ച് വെച്ച് എൻ്റെ ബോളിലെത്തണം. പക്ഷെ സീനൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. അങ്ങനെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചു. അതിനകത്ത് മുന്തിരിയും പിന്നെ ഇച്ചിരി തണ്ണിമത്തനായിരുന്നു. ഇച്ചിരി അല്ല, 1 കിലോ തണ്ണിമത്തനൊക്കെ ഉണ്ട് തോന്നുന്നു. 1/2 കിലോ അതിനകത്ത് കാണിച്ചു. പിന്നെ ഞാൻ നേരെ തലയിൽ എണ്ണ തേക്കാനായിട്ട് കയറി. എന്നാലും എനിക്ക് എന്തൊരു താല്പര്യക്കേടുണ്ട്. ബിക്കോസ് എല്ലാം അഴിച്ച് കുറേ നേരം അതിനകത്ത് നിൽക്കണം എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വേറെ ഒന്നുമല്ല, ബാൻഡേഡ് ചുറ്റിയിട്ട് നമ്മൾ അതിനകത്ത് നിൽക്കുവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇതിപ്പോൾ വാഷ്റൂമിന്റെ ഉള്ളിലായത് കാരണം ബാൻഡേഡ് കെട്ടാൻ പറ്റത്തില്ല, നനഞ്ഞു പോകത്തില്ലേ. അത് കാരണം നല്ല പെയിൻ ആയിരിക്കും. പക്ഷെ രക്ഷയില്ല മക്കളെ, എന്തായാലും തല കഴുകിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ താരം കൂടി കഴിഞ്ഞാൽ ഇതിലും വലിയ പണിയാവും. ഞാൻ തന്നെ പയ്യെ ഓരോന്ന് ചെയ്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിച്ചു കൂട്ടി ഇച്ചിരി എണ്ണ എങ്ങനെയെങ്കിലും പിടിപ്പിക്കണം എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ. എണ്ണ തേച്ചതിൽ എനിക്ക് തൃപ്തിയൊന്നും ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ. ഇന്നലെ പിന്നെ ഞാനൊക്കെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, തല പോലും വാങ്ങാണ്ട് കിടക്കായിരുന്നു. ഇതിപ്പോൾ ഇതിലും വെച്ച് ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മുഖത്ത് ഇച്ചിരി ഗോൾഡൻ ഓയിൽ ഇടാന്ന് വെച്ചിട്ട് ഇച്ചിരി ഓയിൽ ഇട്ടിട്ട് ഇച്ചിരി ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു. അതും ഈ പറഞ്ഞ പോലെ എനിക്ക് കാട്ടിക്കൂട്ടി ഓരോന്ന് ചെയ്തു. ഓരോ ഡ്രോപ്പ് മാത്രമേ ഇട്ടുള്ളൂ. രണ്ട് ഡ്രോപ്പ് ഞാൻ 3 സ്ഥലത്ത് രണ്ട് ഡ്രോപ്പ് വെച്ച് മൊത്തം 6 ഡ്രോപ്പ് ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം 1 ഡ്രോപ്പ് ഇട്ടുള്ളൂ, കാരണം അത് കഴുകി കളയണമെങ്കിൽ പിന്നെയും കുറേ നേരം നിൽക്കണ്ടേ. പിന്നെ ഞാനത് എങ്ങനെയൊക്കെ മുഖത്തൊക്കെ പുരട്ടി എങ്ങനെയെങ്കിലും പോയി കുറച്ചു നേരം പോയി ഇരുന്നിട്ട് പിന്നെ വന്ന് കുളിക്കാന്നുള്ള മെന്റാലിറ്റിയിൽ ഒരു സമാധാനിച്ചിട്ടൊക്കെയാണ് ഞാനിത് ചെയ്ത് കൂട്ടുന്നത്. എല്ലാം കഴിഞ്ഞ് ഞാൻ പോയി ഇച്ചിരി നേരം ഇരുന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞിട്ട് കുളിക്കാനായിരുന്നു. അപ്പോഴേക്കും ഇച്ചിരി എണ്ണയൊക്കെ തലയിൽ പിടിക്കല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കുളിച്ച് കഴിഞ്ഞ് വന്ന് ഇച്ചിരി തണ്ണിമത്തൻ എടുത്ത് ഞാൻ കഴിച്ചു. ഇച്ചിരി തണ്ണിമത്തം വയറ്റി പോയപ്പോഴാണ് എൻ്റെ കാര്യം ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് ഇത്രയും വിശപ്പുണ്ടായിരുന്നു. ഞാൻ പിന്നെ അറിഞ്ഞപ്പോൾ ഞാൻ അടുത്തൊക്കെ കഴിക്കാനുള്ള പരിപാടി നോക്കി, കാരണം ഭയങ്കര വിശപ്പായിരുന്നു. നമ്മൾ മരുന്ന് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് വായുടെ നാക്കിന്റെ ഒക്കെ രുചി വ്യത്യാസത്തിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ചോറൊന്നും കഴിക്കാൻ പറ്റാണ്ടാവണേ. മേടിച്ച സമയത്ത് എനിക്ക് ഇച്ചിരി റിഗ്രറ്റ് അടിച്ചായിരുന്നു, എന്തിനാ ഇതൊക്കെയെന്നുള്ള രീതിക്ക്. പക്ഷെ എന്നാലും ഞാൻ മേടിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ റിഗ്രറ്റ് അങ്ങോട്ട് മാറി, കാരണം എന്തായാലും മേടിച്ചത് നന്നായെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ തലയൊക്കെ തോർത്താനുള്ള പരിപാടി നോക്കി തോർത്തി പയ്യെ അതൊക്കെ നിന്നിട്ട് തന്നെ ചെയ്യണം. ഞാൻ വേണം വെച്ച് നിൽക്കുന്ന കാരണം ഇങ്ങനെ ഞാൻ എപ്പോഴും കിടപ്പ് ഊരിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കാല് നിലത്ത് കുത്തിയില്ലെങ്കിലും അതും വലിയ പ്രശ്നമായി പോകും. അങ്ങനെ വെറുതെ ഇരിക്കുന്ന ബാഗിനെടുത്ത് ആ സൈഡിൽ തൂക്കിയിടാൻ നോക്കി. സൈഡിൽ തൂക്കിയിടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ മേളിൽ തന്നെ ഞാൻ എടുത്ത് വെച്ചു. പിന്നെ നമ്മുടെ ഇക്കിളി ചേട്ടത്തിനെ അനുകരിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ഷീണമായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി മുന്തിരി കഴിക്കാൻ തോന്നി. മുന്തിരി കഴിച്ച് അതിനെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇരിക്കാന്ന് വിചാരിച്ചു കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞാൻ മറ്റേ പൊട്ടൊക്കെ കാണിച്ചിട്ടാന്ന് വെച്ചാൽ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്യാമറയിൽ നോക്കി അങ്ങോട്ടും കാണിച്ചു. അപ്പോൾ ഇന്നാളെ